ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ചെന്നൈ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് ഒരു 2 ദിവസം ട്രിപ്പ്. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാനും അബുവും ചിക്കും ശ്രീരാഗും ഞങ്ങൾ വന്നപ്പം ഒരു 7:50 ആയി. 8 മണിക്കായിരുന്നു ട്രെയിൻ. എന്തായാലും ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റാണ്. അതെന്തായാലും വലിയ കാര്യമായി കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം പണ്ടൊന്ന് ബാംഗ്ലൂർ പോയിട്ട് ഇതുപോലെ ബാത്റൂമിൻ്റെ സൈഡിൽ ഇരുന്ന് വന്നതാണേ ജനറലിൻ്റെ. അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എവിടെ പോയാലും ഇപ്പം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെ ഒരു 10 മണിയോട് കൂടി നേരെ ചെന്നൈ സെൻട്രലിലെത്തി. അവിടുന്ന് ഞങ്ങൾ എക്സിറ്റ് നോക്കി ഇങ്ങനെ നടന്നു വരുമോ. എന്തായാലും ഉച്ചയായപ്പോൾ എവിടെ എത്തി. ഇപ്പോൾ ഫുഡ് കഴിക്കണം, ആദ്യം റൂം കണ്ടുപിടിക്കണം, അതാണ് മസ്റ്റ്. അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഓട്ടോച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്ന് 200 പറഞ്ഞത് 4 പേർക്കും കൂടെ. പക്ഷെ ഞങ്ങൾ 150 രൂപ പറഞ്ഞ് ഒതുക്കി. ചിക്കു ഫ്രണ്ടിലാണ് കയറിയിരുന്നത്. അവൻ ഏതാണ്ടൊക്കെ കാസറ്റ് ഓടിക്കുന്നുണ്ട്. എന്നാണെന്ന് അവന് മാത്രമേ അറിയാം. അങ്ങനെ പക്ഷേ പുള്ളി ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു 5 റൂമോളം ഞങ്ങളെ കാണിച്ചു തന്നു. 5 കണ്ട റൂമുകളെല്ലാം അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളി നല്ലൊരു റൂം നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. അങ്ങനെ 2750 രൂപയ്ക്ക് പുള്ളി നല്ലൊരു റൂമാണ് നമുക്ക് കാണിച്ചു തന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ റൂമായിരുന്നു, നല്ല വീതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാനാണ് ആദ്യം പോയത്. ബിരിയാണിയാണ് ഞങ്ങൾ മേടിച്ചത്. 2 പീസ് ചിക്കനും മുട്ടയും സാലഡും എല്ലാം കൂടെ കൂടി നല്ലൊരു ബിരിയാണി. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് നല്ലതായിട്ട് വയറ് നിറഞ്ഞു എല്ലാത്തിൻ്റെ. അപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പതിയെ മന്ദം നടന്നങ്ങ് പോയി. ഇവരാണെ ഓടിപ്പോവാണ്. അങ്ങനെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് മ്യൂസിയം ഉള്ളത്. അതായത് നമ്മൾ കഴിച്ചതിൻ്റെ ഒരു 50 മീറ്റർ പോലും വേണ്ട. എന്നിട്ട് നമ്മൾ പുറമേ ഉള്ള വ്യൂസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. അകത്ത് കാരണം ഈ പാസ് എടുക്കണമായിരുന്നു. ഒരാൾക്ക് 10 രൂപ വെച്ച് 40 രൂപയാണ് പാസിന് വന്നത്. അങ്ങനെ നമ്മൾ ചേച്ചിമാരുടെ പാസ്സൊക്കെ കൊടുത്തു. അകമയുള്ള വ്യൂസും കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ എന്നാൽ ആ ചൂടത്തുനിന്ന് നേരെ അങ്ങോട്ട് കയറിയപ്പോൾ എ സി ആയിരുന്നു കേട്ടോ. ഫുൾ എ സി ആയിരുന്നു. എന്തായാലും നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല ചൂടടിച്ചങ്ങോട്ട് എ സിക്കകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലില്ലേ. അങ്ങനെ നമ്മുടെ തമ്പിച്ചായൻ ഏതോ ഒരു പടം കണ്ടിട്ട് എന്തോ കോളടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് രാജാ രവിവർമ്മ വരച്ച ശകുന്തളയുടെ ഒരു ആർട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ രാജാ രവിവർമ്മയുടെ ഒരു പിക്ചർ കാണുന്നത്. പക്ഷെ അവിടെ വേറെ കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതാണ് ഫോക്കസ് ചെയ്തിരുന്നു. ആരാധന പോലും നമുക്കറിയത്തില്ല. ശകുന്തളയെന്ന് കണ്ടപ്പോൾ അതങ്ങ് ഫോക്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എ സി ഇതേ 18 കിടക്കുന്നു. കുറച്ച് നേരം അവിടെ അങ്ങ് നിന്നു എ സിയും കൊണ്ടുകൊണ്ട്. അത് കഴിഞ്ഞ് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അങ്ങനെ പല സംസ്ഥാനങ്ങളിലെ തനതായ വസ്ത്രരൂപങ്ങളുടെയും കലാരൂപങ്ങളുടെയും ഒരു ശില്പങ്ങൾ, ചെറിയ ശില്പങ്ങൾ ഒരു അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല പഞ്ചാബ്, സിംഗപ്പൂർ, ചൈന, ഈവൻ ബ്രൂസിലി വരെ, അങ്ങനെ ജപ്പാൻ, പല രാജ്യങ്ങളുടെ ഒരു തനതായ രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അബുവിനൊരു ചലഞ്ച്, ഹസ്കി ഡാൻസ്. അവനത് ചെയ്ത് കേട്ടോ, തിരിഞ്ഞു നിന്നാലും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് ഫ്രഷപ്പായിട്ട് നേരെ പോയത് മെറീന ബീച്ച് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോരുന്നത് തന്നെ മെറീന ബീച്ച് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ മെറീന ബീച്ചിലെത്തി. സത്യം പറഞ്ഞാൽ ഈവനിങ് ആയിരുന്നു കാണേണ്ടത്. പക്ഷെ നമുക്ക് ഒരു ക്ഷീണം കാരണം നമ്മൾ ആ ടൈമിൽ ഇറങ്ങിയില്ല. എന്നാൽ വൈകിട്ട് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. വൈകിട്ട് ആസ്വദിക്കേണ്ട ഒരു വൈബ് അത് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അതിലൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതെങ്ങനെ കടക്കുവാണെങ്കിൽ ദൂരം പോലെ നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ നടന്നു. അങ്ങനെ പോയപ്പോൾ പിള്ളേരുടെ പാർക്കിൽ കയറി ഇവനെ ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അവിടുത്തെ കണ്ടോ, നല്ലൊരു തെങ്ങിൻ്റെ ഇതും എല്ലാം ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കുള്ള പോക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹോട്ടൽ ബിലാൽ ബിരിയാണിയിൽ നിന്ന് ഒരു നാനും അങ്ങനെ ഒരു ബീഫ് വേണ്ട മേടിച്ചു. ബീഫ് 10 പൈസയ്ക്ക് കൊള്ളത്തിലായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഒരു ചായയോടെയൊക്കെ പാസ്സാക്കിയിട്ട് നേരെ കുളിച്ച് ഞങ്ങൾ ഫ്രഷപ്പായിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്ത് നേരെ അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളോട് ചെക്കൗട്ട് ചെയ്ത് നേരെ ഇറങ്ങി. പക്ഷെ മിക്കവരും ചോദിച്ചൊരു ചോദ്യമാണ്, ചെന്നൈയിൽ എന്താ കാണാനുള്ളത്? ആകപ്പാടെ മെറീന ബീച്ച് ഉള്ളതെന്നാണ്. അപ്പോൾ നമ്മുടെ ചിക്കു ഇടയ്ക്ക് ഗൂഗിളിലേക്ക് ഒന്ന് തപ്പി ഒരു മഹാബലിപുരം എന്ന് പറഞ്ഞൊരു സ്പോട്ട് അവൻ നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ എഴുന്നേറ്റതല്ല, ഒന്നും കഴിച്ചില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചൊരു ഹോട്ടലിൽ കയറി നേരെ 4 മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മസാല ദോശ കൊണ്ട് തരാം എന്ന് പറഞ്ഞവർ പോയിട്ട് പിന്നീട് 2 മസാല ദോശയേ ഉള്ളൂ, ബാക്കി മസാല തീർന്നു പോയെന്ന് പറഞ്ഞു. പിന്നെ പ്ലെയിൻ ദോശയെങ്കിൽ പ്ലെയിൻ ദോശ മേടിച്ച് കഴിച്ചു. പക്ഷേ ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ആക്കിയതേ ഉള്ളൂ. അത്ര നല്ലതായിട്ട് വയറൊന്നും അറിഞ്ഞൊന്നുമില്ല. പക്ഷെ ചെന്നൈ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ കൂടുതലും ബസ് യാത്ര തന്നെയാട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അങ്ങനെ നമ്മൾ ഇവിടെ നേരെ മെറീന ബീച്ചിലേക്കാണ് കയറുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വെറും 4 പേർക്കും
26 സംതിങ് രൂപയെ നമുക്ക് വന്നുള്ളൂ. അവിടെ നേരെ അങ്ങനെ നമ്മൾ പോയി മെറീന ബീച്ച് കയറി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു ബിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറീന ബീച്ച് ഇറങ്ങിയിട്ട് പിന്നീട് ഒരു ബസ്സും കൂടെ കയറണം. 2 ബസ് കയറിയാലാണ് നമുക്ക് ഈ മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടുന്ന് മെറീന ബീച്ചിൽ നിന്ന് ഒരു ബസ് കയറിയപ്പോൾ നമ്മുടെ അബുവിൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് പോയെന്ന് പറഞ്ഞ് അവൻ കിടന്ന് ബഹളം വെച്ച് ലാസ്റ്റ് ബസ്സിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി തപ്പി വന്നപ്പോഴാണ് അവൻ്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അവനെയും തെറി പറഞ്ഞ് അടുത്ത ബസ് ഞങ്ങൾ ബസ് കയറി കോവളത്തേക്കാണ് ഫസ്റ്റ് ഇറങ്ങേണ്ടത്. അവിടെ ചെന്നിട്ട് വേണം അടുത്ത ബസ് കയറി പോകാൻ വേണ്ടി. അങ്ങനെ 60 രൂപ ഞങ്ങൾക്ക് വന്നുള്ളൂ അങ്ങോട്ടുള്ളത്. അങ്ങനെ 2 ബസ് കയറി ഞങ്ങൾ നേരെ മഹാബലിപുരം എത്തി. പക്ഷേ എന്താ പറയുന്നത്, പുതിയതായിട്ട് ചെന്നൈയിൽ തമിഴ്നാടൊക്കെ കാണാൻ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം മഹാബലിപുരം തന്നെയായിരിക്കും കേട്ടോ. കാര്യം അങ്ങോട്ട് കയറുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഒരു പാറക്കഷ്ണങ്ങളിൽ പല ശില്പങ്ങൾ കൊത്തി വെച്ചേക്കുന്നതും അതുപോലെ തന്നെ ഒരു അറ പോലെയാണ് ഇതിൻ്റെ അത്. അങ്ങോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അടുത്ത സ്പോട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വെളിയിലേക്കൊരു വ്യൂ ഒക്കെ എടുത്തു. പക്ഷെ നോക്കിയാൽ കണ്ടോ, ഇഷ്ടം പോലെ ചിത്രങ്ങളാണ് അവിടെ കുത്തി വെച്ചേക്കുന്നത്. അതിൻ്റെ എല്ലാ അടുത്ത് പോയി ഞങ്ങൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ ആരുടെ ഫോട്ടോയാണ് എന്താണെന്ന് പോലും അറിയത്തില്ല. ജസ്റ്റ് കാണാൻ പോയി, ഇതെല്ലാം കണ്ടു, വീഡിയോ പകർത്തി ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. തൊട്ടപ്പുറം തന്നെ ഇതെല്ലാത്തിനും പാസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നമ്മൾ ഓൺലൈനായിട്ടാണ് പാസ് ചെയ്ത് എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കൂടെ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇതെല്ലാത്തിനും കൂടി കൂട്ടി ഒറ്റ പാസേ ഉള്ളൂ എല്ലാ സ്ഥലത്ത് കയറാൻ. അങ്ങനെ കൂട്ടത്തിൽ ഭക്തൻ ഇവനായതുകൊണ്ട് തന്നെ കയറിയപ്പോൾ തന്നെ ഒരു അമ്പലം, അതും തൊഴുത് നേരെ ചുറ്റിക്കറങ്ങി വലവും വെച്ച് അവൻ വന്നു. അങ്ങനെ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലായിരുന്നു വലുതായിട്ട്. പിന്നെ അവന്മാർ ഫോട്ടോ എടുക്കുന്നതിന് കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു. ഞാനും അബുവും നിന്നു. ചിക്കും ശ്രീരാം കുറേ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ വന്നപ്പോഴത്തേക്കും ഒരു ബിൽഡിങ് എന്നല്ല, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അവിടെ കയറി എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം നമ്മളെ വീഡിയോ എല്ലാം പകർത്തി അവിടെ നിന്ന് എല്ലാം കാണേണ്ട എല്ലാം കണ്ടു. നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള രീതിക്ക് അവർക്ക് നോക്കി ദ്രൗപദി ബാത്റൂം അതിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ, അതായത് നമ്മുടെ ദ്രൗപദി കുളിച്ച സ്ഥലമെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടു ആസ്വദിച്ചു. ഇങ്ങനെ ചിക്കുവിൻ്റെ കള്ളനോട്ടം എന്തോ ഉണ്ട്, അവൻ വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഏതാണ്ട് കാണാനുണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങളും കയറി ചെന്നത്. പറയത്തൊക്കെ ഒന്നും കാണാൻ അവിടെ ഇല്ല. ജസ്റ്റ് ഒരു പൊളിഞ്ഞൊരു ബിൽഡിങ് കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ജസ്റ്റ് ഒരു പൊളിഞ്ഞൊരു ബിൽഡിങ് അത്രയ്ക്ക് ഉള്ളത്. പിന്നെ എന്തായാലും ഇവിടെ എല്ലാം വന്നാലത് ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിങ്. ഇവിടെ എന്തായാലും വന്നതെല്ലാം കണ്ട് ആസ്വദിക്കണമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടവറേ കയറാൻ വേണ്ടി. അതൊരു പക്ഷേ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മൾ ഓൾറെഡി അവിടുന്ന് പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ എക്സ്ട്രാ പാസ് കൊടുക്കണം. ഗൂഗിൾ പേ അല്ലേ കേട്ടോ, കൈ ക്യാഷ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് നേരെ ഓരോരുത്തരായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. ആകെ ചെറിയ ഇടയേ ഉള്ളൂ, കുറച്ച് പേരും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കൂടെ വേണം ഞങ്ങൾ കയറി പോകാൻ വേണ്ടി. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നേരെ മേളിൽ കയറി. മേളിൽ നിന്നുള്ള വ്യൂ പക്ക, അതൊരു രക്ഷയില്ല കേട്ടോ. ആ സൈഡിൽ നിന്ന് നോക്കി ബീച്ചാണ് കാണുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അടിപൊളിയായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ നേരെ ഞങ്ങളോട് തിരിച്ച് ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ ഒരാൾ ഒരു ചെറുക്കൻ പേടിച്ചാണ് ഇറങ്ങുന്നത്. അവൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് പേടിച്ചിറങ്ങുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഷോർട്ട് ടെമ്പിൾ കാണാൻ വേണ്ടിയാണ്. ഷോർട്ട് ടെമ്പിൾ നമ്മൾ കുറച്ച് മുമ്പേ കണ്ടില്ല, ആ ശില്പ കലാരൂപങ്ങളൊക്കെ അല്ലേ കല്ലേ കൊത്തി, അതിൻ്റെ എല്ലാം അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ, എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ദൂരം നമുക്കില്ല, ഒരു 1/2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അവിടുന്ന്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡ്, അതായത് ബീച്ചിൻ്റെ സൈഡോട് കൂടിയിരിക്കുന്ന ടെമ്പിളാണിത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഈ അകത്ത് കയറിയിട്ടുള്ള വിഷ്വൽസാണ് ഇവിടെ കാണുന്നത്. അവിടെ ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അവിടെ മതിൽക്കെട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ കാണുന്ന വ്യൂസാണിത്. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പം ഈ കെട്ട് കണ്ടോ, ഈ കെട്ടിൻ്റെ താഴേക്കൂടെ ഒരു വഴിയുണ്ട്. അത്യാവശ്യം നമ്മൾ നല്ലൊരു പൊക്കത്തിലുള്ള കെട്ടാണത്. നമ്മൾ നടന്നു പോകുമ്പോഴേ അത് അറിയത്തുള്ളൂ. അങ്ങനെ അതുവഴി കയറി നമ്മൾ നേരെ എത്തി. ശിവൻ്റെ പ്രതിഷ്ഠയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം നന്ദി മേളി ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു ഊഹമാണ് പറഞ്ഞത് കേട്ടോ. ശരിയാണോ അല്ലേ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങോട്ട് കയറി അതിൻ്റെ അടുത്തേക്ക് നമ്മൾ കാണുക. പക്ഷെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണത്. നമുക്കവിടെ നിൽക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു വൈബും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നോക്കി ചെയ്യുന്നുണ്ടോ സൺസെറ്റും എല്ലാം കൊണ്ടും തന്നെ നമുക്കൊരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഫീലാണ് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള വൈബും എല്ലാം തന്നെ നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ നമ്മളിതെല്ലാം കണ്ടു ആസ്വദിച്ചു. അതിലെല്ലാം അതിലെല്ലാം ഒന്ന് കറങ്ങി, ആ അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി. അങ്ങനെ നമ്മളൊരു 6 മണിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി.
കാര്യം നമുക്കിനി ചെന്നൈ സെൻട്രൽ ചെല്ലണം. ചെന്നൈ സെൻട്രൽ എന്നാലേ നമുക്ക് ട്രെയിനുള്ളൂ. 11 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈവേ വഴി ബസ്സൊന്നും നിർത്തുന്നില്ല. പിന്നെ കിട്ടിയ ബസ്സിന് ഞങ്ങൾ ചാടി കയറി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ബസ് നിർത്തിയില്ലെങ്കിലും അതുകൊണ്ട് നിർത്തിയ ബസ്സിലാൻ കയറി. കുറച്ച് ദൂരം നമുക്ക് നിൽക്കേണ്ടി വന്നു, കുറച്ചധികം ദൂരം നിൽക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം നമുക്കൊരു സീറ്റ് കിട്ടി. പക്ഷെ നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. 7 മണി 7:30 കൂടി വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ട്രാഫിക്ക്, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു നല്ല ഡിലേ എടുത്താണ് നമ്മളിവിടെ വന്നത്. ഒരു 3/4 മണിക്കൂർ മേലെയും ഡിലേ വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ നേരത്തെ നമ്മൾ വരുമായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിപ്പടിച്ച് നമുക്ക് പോകേണ്ട കാര്യം വരത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോയിലെത്തി. അവിടെ നേരെ ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 90 രൂപേണ്ടേ ഞങ്ങൾക്ക് 4 പേർക്കും വന്നുള്ളെന്ന് തോന്നുന്നു. അങ്ങനെ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. അങ്ങനെ മെട്രോ വന്നു. വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. മെട്രോ വന്നു. മെട്രോ കയറി ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് ചെന്നൈ സെൻട്രലിലേക്കാണ്. ചെന്നൈ സെൻട്രലിൽ ചെന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് കുളിക്കണം. കാര്യം എന്ന് വെച്ചാൽ നല്ല ക്ഷീണമുണ്ട്. ഇത്രയും ദൂരവും ഇത്രയും നേരവും രാവിലെ കുളിച്ചിട്ട് പോയതല്ലേ, നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റൂം ബുക്ക് ചെയ്തൊന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ പോകുന്നുള്ളത് എന്തായാലും തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ചെന്നൈയിൽ നിന്ന് ഇറങ്ങി. അകത്ത് കയറാൻ വേണ്ടി നമ്മൾ ചിക്കുവിനും അബുവിനും ചെറിയൊരു പോസ്റ്റ് കിട്ടി. അവരുടെ QR സ്കാൻ ചെയ്തിട്ട് കിട്ടത്തില്ലായിരുന്നു. അമ്മമാർ നേരെ ചൊവ്വയല്ല സ്കാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒറ്റ ഇത് തുറന്നപ്പോൾ തന്നെ 2 മുതൽ തന്നെ ചാടി ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എസ്കലേറ്റർ കയറി നേരെ ചെന്നൈ, അതായത് MGR റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ചെന്നൈ സെൻട്രൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു അവിടുത്തെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ തന്നെ. കാര്യം നല്ല പഴക്കമുള്ള കെട്ടിടമായിരുന്നു. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്തു. 550 രൂപ ഞങ്ങൾക്ക് 4 പേർക്കും ഫ്രഷപ്പ് ആകാൻ വേണ്ടി റൂമിന്. അങ്ങനെ റൂമൊക്കെ എടുത്ത് ഫ്രഷപ്പായി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡും വെള്ളവും എല്ലാം ആവശ്യത്തിന് മേടിച്ചു. ഞങ്ങൾ നേരെ ഇനി തിരിച്ച് കോട്ടയത്തേക്കാണ്. അങ്ങനെ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ചെന്നൈ യാത്ര അവസാനിച്ചു. അപ്പോൾ ടാറ്റ, ഗുഡ് ബൈ. ഇനി അടുത്ത